നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങി. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നയം പ്രഖ്യാപിക്കുകയാണ്. സേവന മേഖലയിൽ നിന്ന് സർക്കാർ പിന്മാറില്ല. കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യമൃഗ സംഘർഷങ്ങൾ കുറയ്ക്കും. കാർഷിക മേഖല സമഗ്രമാക്കും. സേവന മേഖല ശക്തമാക്കും. സഹകരണ മേഖല ശക്തമാക്കും. വയോജന വകുപ്പ് ഇന്ത്യയിൽ ആദ്യം. നിക്ഷേപ സൗഹൃദ സമീപനം ഉറപ്പാക്കും. ഭരണ സംവിധാനത്തിൽ ജനാധിപത്യം ഉറപ്പ്. മണ്ണ് പരിശോധനയിൽ ശാസ്ത്രീയമായ പരിശോധന. സംയോജിത ഗതാഗത മേഖല ഉറപ്പ്. സഹകരണ സംഘങ്ങളിൽ ഉടൻ തെരഞ്ഞെടുപ്പ്. വനിതാ കർഷക കൺസോർഷ്യം ഉറപ്പ്. തിയേറ്റർ മേഖലയ്ക്ക് പ്രോത്സാഹനം. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ പദ്ധതി പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ 3000 ആക്കും. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളിയിരുന്നു. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തുകയായിരുന്നു. ഇതോടെ ഗവർണറുടെയും ലോക്ഭവന്റെയും തുടർ നീക്കം എന്താകുമെന്നും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം മലയാളത്തിൽ നമസ്കാരം പറഞ്ഞു തുടങ്ങിയ ഗവർണർ തുടക്കത്തിൽ എതിർത്തപ്പോൾ വന്ദേമാതരം സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശമോ ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം തുടരുകയാണ്.